2010 ഈ മോഹൻലാൽ നായകനായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം ശിക്കാറിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് കോതമംഗലത്ത് കുട്ടമ്പുഴയിൽ ഷൂട്ടിങ്ങിനെത്തിയ ശ്രീനാഥ് കോതമംഗലത്തെ ഒരു സ്വകാര്യ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അതിൻ്റെ അണിയറ പ്രവർത്തകർ എഗ്രിമെൻ്റ് വച്ച് വിളിച്ചു വരുത്തുകയും പിന്നീട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ലൊക്കേഷൻ എത്തുകയൊക്കെ ചെയ്ത് ആ സജീവമായി നിൽക്കുന്ന 3-4 ദിവസം കഴിഞ്ഞ് യാതൊരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒഴിവാക്കാനുണ്ടായ കാരണം അന്ന് എല്ലാവർക്കും അജ്ഞാതമായിരുന്നു. കാരണം ഈ സിനിമയുമായി ആദ്യഘട്ടങ്ങളിൽ ഞാൻ സഹകരിച്ചിരുന്നു. അതിൻ്റെ അണിയറ പ്രവർത്തകർ അന്ന് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ കൾച്ചറൽ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻറ്റ്, അതുപോലെ കോതമംഗലം മേഖലയുടെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകർ എന്നെ വന്ന് കണ്ടിരുന്നു. ചില സഹായങ്ങൾ ആൻ്റണി പെരുമ്പാവൂർ പോലെയുള്ള ആളുകൾ എന്നെ വിളിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മനോജ് ഗോപിക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലൊക്കേഷനിലേക്ക് ആവശ്യമായി എന്നെ വന്ന് ആദ്യം ബന്ധപ്പെട്ട ഒരു ആവശ്യമെന്ന് പറഞ്ഞത് ഈ മുഴുവൻ നടന്മാരും ഉൾപ്പെടെ അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യാനതിന് വേണ്ടി വളരെ വൃത്തിയുള്ള സുരക്ഷിതമായ ഒരു വീട് ഒരു 2 മാസത്തേക്ക് വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ കോതമംഗലം നെല്ലിമറ്റം റൂട്ടിൽ കുത്തുകുഴിയിൽ ഒരു വീട്, എന്നെ കുത്തുകുഴി പള്ളി കത്തോലിക്ക പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു വീട് ഞാൻ എടുത്തു കൊടുത്തിരുന്നു. അവിടെ നിന്നായിരുന്നു എല്ലാ ഭക്ഷണങ്ങളും ഈ ഇദ്ദേഹത്തിന് ആവശ്യമായ ഈ ലൊക്കേഷനിലേക്ക് ആവശ്യമായ എല്ലാ ഭക്ഷണവും കൊടുത്തിരുന്നത്. അതുമാത്രമല്ല, ഈ സിനിമയുടെ ലൊക്കേഷനിൽ ഒരു നിത്യ സന്ദർശകനുമായിരുന്നു ഞാൻ. പക്ഷേ ഇതിനിടയിൽ 2-3 ദിവസം ഈ ശ്രീനാഥിനെ ഞാൻ കാണാനിടയായി. പക്ഷെ അദ്ദേഹം അന്ന് ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ ഹാപ്പിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു അദ്ദേഹത്തിനൊരു സന്തോഷകരമല്ലാത്ത ഒരു മുഖഭാവത്തിലാണ് കണ്ടത്. പിന്നീട് ഒരു ദിവസം വെളുപ്പിന് കോതമംഗലം നഗരത്തിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ അദ്ദേഹം മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് പ്രചാരണം നടക്കുകയും ഉടൻ തന്നെ ഞാൻ